ഇപ്പോൾ ലാല് അന്ന് അഭിനയിച്ച കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള സിനിമ, അത് ഡയറക്ടർ ചെയ്ത് ഭരതേട്ടൻ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. അതിൽ അഭിനയിച്ച കൊടിയേറ്റം ഗോപിച്ചേട്ടൻ നമ്മുടെ ഇല്ല, വിദ്യാമ്മ നമ്മുടെ ഇല്ല. ഇവരെ കുറിച്ച് എന്താണ് ഇപ്പം ലാലിൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്? കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രം ആ സമയത്ത് വളരെ ട്രെൻഡ് സെറ്ററായിരുന്നു. സാധാരണ സിനിമയിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചൊരു സിനിമയാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഗോപിച്ചേട്ടൻ, ശ്രീവിദ്യാമ്മ, ഭരതേട്ടൻ, അവരാരും നമ്മുടെ കൂടെ ഇല്ല. ആ സിനിമയെ പെട്ടെന്ന് ഓർക്കുന്ന സമയത്ത് എനിക്ക് പറയാവുന്ന അതിലൊരു വളരെ വിചിത്രമായൊരു വീണ ഉപയോഗിച്ച് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് രുദ്രവീണ എന്നാണ്. രുദ്രവീണ, അതൊരു കല്ല് വെച്ചാണ് ആ വീണ വായിക്കുന്നത്. അപ്പോൾ അന്ന് വരെ കണ്ട വീണകളൊന്നുമല്ല, പക്ഷേ ആ സിനിമയിൽ അതെന്നെ പിന്നെ വായിക്കാനൊക്കെ ആയിട്ട് വീണാമ്മയെ വളരെയധികം വിദ്യാമ്മ സഹായിച്ചു. തീർച്ചയായിട്ടും അതിലെ ഗോപികെ നിൻവിരൽ എന്ന് പറയുന്ന പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. ആ സിനിമയെക്കുറിച്ച് വരുമ്പോൾ ലാൽ കുറച്ച് പറയാൻ കാണും. എന്താണത്? ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രം നമ്മൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ്. ഞാനും രാജു സാറും കൂടെ 2-3 ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രിയദർശനൊക്കെ ആയിട്ട്. അതിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമർ, അന്നത്തെ കാലത്തെ ഏറ്റവും നല്ല വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഹ്യൂമറായിരുന്നു. അതിലെ ഗാനങ്ങൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതിലെ ഒരു ഗാനം, ഇഷ്ടമുള്ളൊരു ഗാനം നിങ്ങൾ പറയും. ഒരുപാട് എനിക്ക് നീയൻ ഗിനാവോ എന്നുള്ളത് തന്നെ നമ്മൾ ഒരുപാട് ടെലിഫോൺസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതിനിടയിൽ കൂടെ വെച്ച് പാടിയതാണ്. കംപ്ലീറ്റ് ട്രിവാൻഡ്രത്തിൽ ഷൂട്ട് ചെയ്തതാണ്. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സെറ്റിൽ ആ സീനില്ല. ഇങ്ങനെ മോഹൻലാലിൻ്റെ കഥാപാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സ് വരേക്കും. അപ്പം 45 സീനിന് നമ്മൾ അന്ന് 45 ലൊക്കേഷനാണ് തിരഞ്ഞെടുത്തത്. എല്ലാം തിരുവനന്തപുരത്താണ് ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമായിരുന്നു നമ്മൾ. പിന്നെ അന്നാണ് ഞാനൊരു നിർമ്മാതാവ്, ഞങ്ങൾ രണ്ടുപേരും നിർമ്മാതാക്കളായിട്ട് തുടക്കം കുറിക്കുന്നത്. ലാലും ലസിയും കൂടെ അല്ലേ? പ്രിയദർശനാണ് സംവിധാനം ചെയ്തത്. നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു സിനിമയുണ്ട്, ആലപ്പി അഷ്റഫാണ് അത് സംവിധാനം ചെയ്തത്. അതിനെക്കുറിച്ച് പെട്ടെന്ന് എന്തെങ്കിലും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ ഷൂട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും? എൻ്റെ സ്ക്രിപ്റ്റ് പ്രിയദർശനാണ് ചെയ്തിരിക്കുന്നത്. ചാർലി ചാപ്ലിൻ്റെ സിറ്റി ലൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ബേസ് വെച്ചാണ് എന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറയുന്ന സിനിമ ഇരിക്കുന്നത്. വളരെയധികം നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ഈ സെനറ്റ് ഹാളിലാണ്. ഞാൻ പാടിയിട്ട് പോവുകയും അവസാനം അതിൻ്റെ ക്ലൈമാക്സ് ഞാൻ മരിക്കുകയാണ്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോൾ നമ്മുടെ പത്മരാജൻ ചേട്ടൻ്റെ സിനിമയാണ്. വളരെ പൊയിറ്റിക് ആയിട്ടുള്ള സിനിമയാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഒരു ഡയലോഗുണ്ട്, എല്ലാവരും പറയുന്നത് ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തൊരു ഡയലോഗ്, ലാൽ പറഞ്ഞൊരു ഡയലോഗാണ്. പെട്ടെന്ന് അത് ഓർമ്മയിൽ വരുന്നുണ്ട്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളികളിൽ തഴുത്തുവെന്നും മാതള നാരകം പൂത്തുവെന്നും നോക്കാം, അവിടെ വെച്ച് എൻ്റെ പ്രേമം ഞാൻ നിനക്ക് നൽകാം. സിനിമയിൽ അഭിനയിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൊമെൻറ്റുകൾ കിട്ടാറുണ്ട്. 100 ദിവസം ഓടിയ പടം, 150 ദിവസം ഓടിയ പടം, 200 ദിവസം ഓടിയ പടം തന്നെ. ഞാൻ ലാലുമായിട്ട് ഏതാണ്ട് 65ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പടങ്ങൾക്ക് ഉള്ള മൊമെൻറ്റും എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. 100 ദിവസം ഓടിയത്, 150 ദിവസം ഓടിയത്. അതിൽ ഏറ്റവും അന്തം വിട്ടു പോകുന്ന സംഭവം ഒരു അത്ഭുതം തന്നെയാണ്. അതിനെ കവച്ചു വയ്ക്കാൻ വേറൊരു പടം ഇന്നും മലയാള സിനിമ ഉണ്ടായിട്ടില്ല. അന്ന് പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത ചിത്രം എന്നുള്ള സിനിമ, അസാധ്യ സിനിമ, ഒരു അസാധ്യ എൻ്റർടൈനർ. അതിനകത്ത് കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്, സോങ്സ് വർക്കൗട്ട് ആയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കഥാപാത്രം ആദ്യ അവസാനം വരെ ഇന്നും ആൾക്കാരുടെ ക്ലൈമാക്സ് ഒരു മനസ്സിൽ നിൽപ്പുണ്ട്. ആ പടം ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ആ സിനിമയിലെ ഊട്ടിയിലെ അനുഭവങ്ങളെന്ന് പറയാൻ പറ്റും. നമ്മളത് അങ്ങനെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു പടമായിരുന്നു. 365 ദിവസമാണ് ആ ചിത്രം അന്ന് ഓടിയത്. കുറച്ച് നാൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തിവെക്കേണ്ടി വന്ന ചിത്രമാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങിയത്. എന്തായാലും ചില സിനിമകൾ അത്ഭുതകരമായി മാറാറുണ്ട്. അതിലൊരു ചിത്രമാണ് ചിത്രം. 360 റെക്കോർഡല്ലേ ശരിക്കും മലയാളത്തിൻ്റെ? മണിച്ചിത്രത്താഴ് എന്ന സിനിമയും അത് എന്തായാലും ആ സമയത്ത് 365 ദിവസം ഒരു സിനിമ ഓടുക എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. ഏറ്റവും നല്ലൊരു എൻ്റർടൈനറായി ആ സിനിമയെ ഇന്നും ആൾക്കാർ കാണുന്നു. അതിലെ ദൂരക്കിഴക്കുതിക്കും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്കല്ല, എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.